സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാറ്റുവേലയ്ക്ക് തൈകൾ, ചെടിയല്ല, കർഷകർക്ക് വേണ്ട തൈകൾ വിൽക്കപ്പെടുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാനാണ്. Bravo. ചന്തയുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ളത് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമനാണ്. പ്രസിഡന്റിനെ ഏറെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR രഞ്ജിത്ത് അവர்களാണ്. പ്രസിഡന്റിനെയും ഏറെ സ്നേഹത്തോടെ തന്നെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK മുകുന്ദനെയും ഏറെ സ്നേഹത്തോടെ തന്നെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോയ് നെല്ലിശ്ശേരി മെമ്പറെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്ന 17ാം വാർഡ് മെമ്പർ TK പത്മനാഭനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി രാജേശ്വരിയെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 19ാം വാർഡ് മെമ്പർ MM ഗോപാലനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ദിവ്യ ഷാജു ദിവ്യയെയും സ്നേഹത്തോടെ തന്നെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ AS സുനിലിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് KG രജീഷിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃഷി ഓഫീസർ ശ്രീമതി J നയനതാര കൃഷി ഓഫീസറെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാവരെയും, എല്ലാ കർഷക സുഹൃത്തുക്കളെയും, കൃഷിഭവൻ ഉദ്യോഗസ്ഥരെയും, പഞ്ചായത്ത് ജീവനക്കാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷയായി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. കൃഷി ഓഫീസർക്കും ADC അംഗങ്ങൾക്കും കർഷക സുഹൃത്തുക്കൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ വരൽ കുടിച്ചു കിട്ടിയാൽ വരെ മുളയ്ക്കുമെന്നാണ് പറയുന്നത്. അത് കേരളത്തിന്റെ കാലാവസ്ഥയുടെ ഏറ്റവും അനുകൂലമായ, കർഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. ഇപ്പൊ വിദേശ ശക്തികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുരുമുളകും ഏലവും മഞ്ഞളും ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നുള്ള ഒരു കാര്യമുണ്ട്. തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതായത് നമ്മുടെ സീസൺ, നമ്മുടെ കാലാവസ്ഥ, ഇതൊന്നും വിദേശാധിപത്യത്തിലുള്ളവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. സ്വാഭാവികമായി നമുക്കറിയാവുന്ന പോലെ ഓണം വരിക, ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിയൊക്കെ ഇറങ്ങേണ്ടി വരുന്ന സമയം. അതുപോലെ ഈ സമയത്ത് കുരുമുളക് കൃഷി, ഈ സമയത്താണ് ഏറ്റവും
കുരുമുളക് കൃഷിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിസഹായകമായ ഒരു ഇടപെടലാണ്. ചന്ത എന്ന് പേര് നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വർഷം മുഴുവനും ഞാറ്റുവേലകളുണ്ട്. ഏകദേശം ഒരു 10-27 ഞാറ്റുവേലകളുണ്ട് നാളിനകത്ത്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ നമ്മളെല്ലാം നമ്മുടെ കാർഷിക വൃത്തിക്ക് അനുയോജ്യമായ സമയം ഈ ഞാറ്റുവേല ചന്തയാണ്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വിരലൊടുക്കി കുത്തിയാലും ഉണങ്ങുന്ന ഒരു ഭൗതിക സാഹചര്യം. നിങ്ങളൊന്ന് തിരിഞ്ഞൊന്ന് മാറ്റി. അടുത്തതായി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KG രതീഷ് ആശംസകൾ. നമ്മുടെ കാലാവസ്ഥ രോഗങ്ങളും കൊണ്ടുപോവുകയാണ്. അത് കാർഷിക മേഖലയിൽ നിന്ന് നാം ഒരുപടി മുന്നോട്ട് പോകുന്നത് നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ ശുദ്ധമായി വിട്ടുപോകും. അതുപോലെ തന്നെ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ പരിശുദ്ധമാക്കുക എന്നത് നമ്മുടെ കാർഷിക മേഖലയെ കടമയും ഉത്തരവാദിത്വമായി നാം കാണും. ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണ് കൃഷി. അത് എല്ലാവരിലേക്കും പകരാനും എത്തിക്കാനും ഈ ദിനങ്ങൾ വലിയ സന്തോഷമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. ശ്രീ KG രതീഷ്, അതേപോലെ നമ്മുടെ എല്ലാ സഹകരണങ്ങളോടും നമ്മുടെ ഒപ്പം നിന്ന് എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ പത്മനാഭ മെമ്പർ ഇന്നലെ വൈകിട്ട് വരെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നമ്മളുടെ ഒപ്പം നിന്നൊരു ആളാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ദിവ്യ ഷാജു. നമ്മുടെ പൊതുപരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. നമുക്കതെങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ, സെൻറ്ററിൽ കസേരകൾ ഇട്ടിട്ട് ചെടികളൊന്നും വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ.